ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് ദി ലോർഡ് ഫോർ ഓൾ ഓഫ് യു ഹു ഹാവ് ഗാദർഡ് ദിസ് ഈവനിങ്. പ്രത്യേകിച്ച് ഇവിടെയുള്ള എഡ്മണ്ടനിലുള്ള കേരള പെന്റിക്കോസ്റ്റൽ അസംബ്ലി അതിൻ്റെ ചുമതലക്കാരായിട്ടുള്ള ദൈവമക്കൾ, അവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം വർഗീസ്, ഇന്ന് രാത്രി ഇവിടെ പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിച്ച് ആരാധനയിൽ നമ്മളെ സഹായിച്ച കോയർ, ടെക്സസിൽ നിന്ന് കടന്നു വന്ന സഹോദരന്മാർ, അവർക്കായി സ്തോത്രം. അവരെയൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. അവരുടെ പേരൻസിനെ എല്ലാം എനിക്കറിയാം. They are my friends. It's good to worship and minister God with them. ഇങ്ങനെ ഇന്ന് രാത്രി ദൈവം തന്ന ഈ നല്ല കുടിവരവനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ്. ഇന്ന് രാത്രി സന്തോഷമുള്ളവരൊക്കെ എന്ന് ദൈവത്തെ സ്തോത്രം. പ്രൈസ് ലോർഡ്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങളൊരു പ്രൊഫഷണൽ പ്രസംഗം കേൾക്കാനുള്ള ശൈലിയൊന്നും ആരും ഇരിക്കരുത്. എല്ലാവരും ഹൃദയമൊക്കെ തുറന്ന് വളരെ ശാന്തമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കണം. ഇന്ന് രാത്രി ഞാൻ ഇവിടെ സംസാരിക്കുവാനായിട്ട് ചില ദിവസങ്ങളായി മെസ്സേജസ് ഒക്കെ വളരെ തയ്യാറാക്കി എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ ഐപാഡിൽ മെസ്സേജ് സത്യം പറഞ്ഞാൽ ഇന്ന് രാത്രികളൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തോട് ദൈവം വളരെ ശക്തമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗം ഞാൻ ഇന്ന് രാത്രി സംസാരിക്കാൻ പോവുകയാണ്. അത് ആദ്യമായി പ്രസംഗിക്കുന്ന പ്രസംഗമല്ല, ഞാൻ പല സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഏതോ ചില ജീവിതങ്ങളോട് ദൈവത്തിന് വളരെ ശക്തമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിങ്ങൾ ചിലരുടെ വേദനകൾ കർത്താവ് കാണുന്നുണ്ട്. നിങ്ങളുടെ മാനസിക അവസ്ഥകൾ കർത്താവ് അറിയുന്നുണ്ട്. എൻ്റെ ചർച്ചയിൽ എൻ്റെ ആളുകൾ എന്നെ വിളിക്കുന്നത്, ഞാൻ വലിയൊരു ഭയങ്കര സീരിയസ് പ്രീച്ചറാണെന്ന് പറഞ്ഞത്. സീരിയസ് ആകാതിരിക്കാൻ കഴിയത്തില്ല. കാരണം എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രസംഗിക്കുന്നത് സീരിയസ് മാറ്റർ ആണല്ലോ, അല്ലേ? സോ യു ഹാവ് ടു സ്പീക്ക് വിത്ത് ഓൾ സീരിയസ്നെസ്. നാളെ പകൽക്കാലം ഞാൻ ഇവിടെ ഫാമിലിയെ സംബന്ധിച്ച് ക്ലാസ്സുകൾ എടുക്കും. നാളെ രാത്രി യോഗത്തിൽ ഞാൻ സംസാരിക്കും. തുടർന്നുള്ള ചർച്ചിലെ സഭായോഗത്തിലും ഞാൻ സംസാരിക്കും. 2 മീറ്റിങ്ങുകൾ ഇന്ന് രാത്രി കൂടാതെ എനിക്ക് വേറെ ഉണ്ടല്ലോ. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അന്ന് രാത്രിയിൽ ഞാൻ സംസാരിക്കുന്നത്. ഐ വാണ്ട് ടു സ്റ്റാർട്ട് വെരി സ്ലോ ഇന്ന് രാത്രി. അതുകൊണ്ട് ഒരു വേദഭാഗം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലെറ്റ്സ് ടേൺ അവർ ബൈബിൾസ് ടു ദി ബുക്ക് ഓഫ് ജെനസിസ്. ഉൽപ്പത്തി പുസ്തകം 29-ാമത്തെ അധ്യായം, അതിൻ്റെ 16, 17 വാക്യങ്ങൾ, 17, 18, 16, 17 and 18 വാക്യങ്ങളാണ് നമ്മൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. I'll read it for you, so you pay attention. മലയാളമുള്ള ആർക്കുള്ളവർക്ക് വായിക്കാം. I'll also read it in English. Genesis 29, ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം 16, 17 വായിച്ചു. മൂത്തവൾക്ക് ലേയായെന്നും ഇളയവൾക്ക് റാഹേലെന്നും പേർ. ലേയയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു, റാഹേലോ സുന്ദരിയും മനോഹരരൂപിയുമായിരുന്നു. യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു. നിന്റെ ഇളയ മകൾ റാഹേലിന് വേണ്ടി ഞാൻ 7 സംവത്സരം നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു. Okay, thank you. Now Laban had 2 daughters. The name of the older one was Leah, and the name of the younger was Rachel. And Leah's eyes were weak, but Rachel was beautiful of form and face. Now Jacob loved Rachel, so he said, I will serve you 7 years for your younger daughter Rachel. Praise the Lord. ഇവിടെ നമ്മൾ ഈ ഭാഗം ശ്രദ്ധിക്കുകയാണെങ്കിൽ ആകപ്പാടെ പറഞ്ഞിരിക്കുന്നു 2 വ്യക്തികളെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ. Verse 16 says, ലാബാന് 2 പുത്രിമാരുണ്ടായിരുന്നു. മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേര്. So there are 2 daughters. The older one was Leah and the younger one was Rachel. അതിനകത്ത് ഒരു പ്രശ്നവുമില്ല, പരിഭവമില്ല. 2 പേരുടെ പേര് പറഞ്ഞിരിക്കുന്നുള്ളൂ, അല്ലേ? Just describing 2 individuals. 2 വ്യക്തികളെ പരിചയപ്പെടുത്തിയിരിക്കാം. എന്നാൽ 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ലേയയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു,
റാഹേലോ സുന്ദരിയും മനോഹരൂപിണിയും ആയിരുന്നു. Leah's eyes were weak, but Rachel was beautiful and lovely in form and face. ആ സ്റ്റേറ്റ്മെന്റ്, ആ വാക്യം വാസ്തവത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് ഒന്ന് നോക്കാമെങ്കിൽ I can say it's not fair, it doesn't sound good എന്ന് വേണം പറയാം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാര്യം? അവിടെ ഒരാളെ പറ്റി പറഞ്ഞിരിക്കുന്നു, റാഹേല് സുന്ദരിയായിരുന്നു. എന്ന മൂത്ത സിസ്റ്ററെ പറ്റി പറഞ്ഞിരിക്കുന്നത് ലേയയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. She had weak eyes. That's all. വേറൊന്നും ചരിത്രത്തിൽ വേറൊന്നും എഴുതിയിട്ടില്ല, മറ്റൊരു കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവളുടെ ക്വാളിറ്റീസ് ഒന്നും എടുത്തു പറഞ്ഞിട്ടില്ല. All it says, she had weak eyes. അവളുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. നമ്മൾ വിചാരിക്കും ആ വാക്യത്തിന് കൊണ്ടൊരു ഇൻസ്പിറേഷൻ അല്ലേ? വേദോസത്തിലെ സകല വാക്യങ്ങളും ഇൻസ്പയർഡ് ആണ് നമ്മൾ പറയുന്നത്. Now that verse is also inspired. പക്ഷേ ആ ഒറ്റ വാക്യം ഐസൊലേഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഇൻസ്പിറേഷൻ കാണാൻ ഒക്കത്തില്ല. We have to see the whole picture. അവളുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. നിങ്ങൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ആ വാക്യം ഒന്ന് ചിന്തിച്ചാൽ ആ ശോഭ കുറഞ്ഞ എന്ന ആ പ്രയോഗത്തിന്റെ പുറകിൽ ഉള്ള പദങ്ങൾ, അതിന്റെ അർത്ഥം ഒക്കെ മനസ്സിലാക്കിയാൽ പല അർത്ഥങ്ങളിൽ ഒരർത്ഥം എന്ന് പറയുന്നത് അവളുടെ കണ്ണ് കണ്ടാൽ പശുവിന്റെ കണ്ണ് പോലിരുന്ന. Her eyes looked like the eyes of a cow. ഒരു പശുവിന്റെ കണ്ണ് നോക്കിയാൽ എത്ര സൗന്ദര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത്ര സൗന്ദര്യം ഉണ്ടായിരുന്നു അവളുടെ കണ്ണ് എന്ന് മാത്രമേ രേഖപ്പെടുത്തിയുള്ളൂ. ഒരാളുടെ ചരിത്രമാണ്. This is a story of an individual. ഒരു വ്യക്തിയുടെ ചരിത്രം ഒരു സെന്റൻസിൽ എഴുതി വെച്ചിരിക്കുക. അവളുടെ കണ്ണ് കണ്ടാൽ പശുവിന്റെ കണ്ണ് പോലും, അല്ലെങ്കിൽ അവളുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. She had weak eyes. This is how people begin their story, അല്ലേ? എന്റെ ഭാഷയിൽ ഞാൻ സംസാരിച്ചാൽ ഞാൻ അങ്ങനെയുള്ള ആളുകളെ വിളിക്കുന്നത് people with one sentence history. ഒരു വാചകം മാത്രം ചരിത്രമുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള ആളുകൾ. They don't have much. You don't need volumes to write. You don't need an iPad to write their story. അവരുടെ കഥ എഴുതുവാൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വേണ്ട, വോളിയംസ് വേണ്ട, ബുക്സ് വേണ്ട, 200 പേജിന്റെ നോട്ട്സ് വേണ്ട, സ്പൈറൽ ബുക്സ് വേണ്ട, ഒന്നും വേണ്ട. ഒരു കൊച്ചു പേപ്പറിന്റെ പുറകിൽ നിങ്ങൾക്ക് അവരുടെ സ്റ്റോറി എഴുതുവാൻ കഴിയും. She had weak eyes. അവളുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. ലോകത്തിൽ പല ആളുകളും ജീവിതം ആരംഭിക്കുന്നത് വൺ സെന്റൻസ് ഹിസ്റ്ററിയുമായിട്ടാണ്. ഒരു വാചകം മാത്രം നീളമുള്ള ഒരു ജീവിതം. നോട്ട് മച്ച് ടു സേ. പല ആളുകൾക്കും അവർ ജീവിച്ച സാഹചര്യം ഇഷ്ടമല്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളെ ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചാൽ കയ്യൊന്നും നോക്കാൻ ഞാൻ പറയത്തില്ല. But how many of you like yourself? How many of you like the color of your skin? നിങ്ങളുടെ ത്വക്കിന്റെ നിറം എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? നിങ്ങളുടെ ആ വലിപ്പം, നിങ്ങളുടെ ബോഡി സ്ട്രക്ചർ, നിങ്ങളുടെ ഫേസ് എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? ഞാൻ വർഷങ്ങൾ ഒരു കൗൺസിലറായിട്ട് ജോലി ചെയ്തയാളാണ്. ആയിരക്കണക്കിന് ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് പല ആളുകൾക്കും തങ്ങളെ ഇഷ്ടമല്ല, ജനിച്ച വീട് ഇഷ്ടമല്ല, അപ്പനെ അമ്മയെ ഇഷ്ടമല്ല, പൈതൃക ഇഷ്ടമല്ല, കസിൻസിനെ ഇഷ്ടമല്ല, സഹോദരന്മാരെ ഇഷ്ടമല്ല, അവർക്ക് ഇഷ്ടമല്ല. ഒരിക്കലും ഒരു മനുഷ്യനോട് പറഞ്ഞു, I said, aren't you glad that you are human, you are alive, breathing? എന്നോട് പറഞ്ഞു, no, I'm not excited about that. I'm just a biological accident. ജൈവശാസ്ത്രത്തിലുണ്ടായ ഒരു അപകടം മാത്രമാണ് ഞാൻ എന്നാ പുള്ളി പറഞ്ഞു. പുള്ളി ജീവിതം അത്രയേ ഉള്ളൂ, പുള്ളി ജീവിതത്തെ കാണുന്ന അത്രയേ ഉള്ളൂ. ആർക്കോ അബദ്ധം പറ്റി, ഞാനുണ്ടായി. ജീവിതത്തിൽ ഇങ്ങനെ ധാരാളം ആളുകളുണ്ട്. ചില ആളുകൾ വിവാഹം കഴിച്ചേച്ച് ഇങ്ങനെ കെട്ടിപ്പോയി, ഇനി എങ്ങോട്ട് പോകാനാ സാറേ? You are stuck in a marriage. അല്ലേ? എവിടോട്ട് പോകാൻ
വിരസത. You don't like yourself. ചിലർ പറയും സാറേ ഹെഡ് ലുക്സ് ഫൈൻ, പക്ഷെ അകത്ത് സാധനം കുറവാണ്. ചില മെമ്മറി കിട്ടിയാൽ നന്നായിരിക്കും. Maybe short people say, God, can you get me a couple of inches tall? I will appreciate it. എന്നെ പോലെയുള്ളവർ പറഞ്ഞ എന്താണെന്ന് അറിയത്തില്ല. ഞാൻ കർത്താവിൽ 50 പൗണ്ട് എടുക്കാമെങ്കിൽ നന്നായിരിക്കും. I don't know what else you are asking. ഒരിക്കലും ഒരു മനുഷ്യനോട് പറഞ്ഞു, സാറേ എൻ്റെ ഭാര്യയെ കൊല്ലണമെന്ന് ഞാൻ പ്രാർത്ഥിക്കില്ല, പക്ഷെ ദൈവത്തിന് അവളെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് തരാമെങ്കിൽ നന്നായിരിക്കും. There are wives who don't like their husbands. ഭർത്താക്കന്മാരെ ഇഷ്ടമില്ലാത്ത, അമ്മയപ്പന്മാരെ ഇഷ്ടമില്ലാത്തതാണ് ഇത് മക്കള്. ലോകത്തിൽ തങ്ങളുടെ സാഹചര്യങ്ങൾ ഇഷ്ടമില്ലാത്ത ഒത്തിരി ആളുകളുണ്ട്. ഈ ആത്മീയ ജീവിതത്തിലുമുണ്ട് ഇഷ്ടം പോലെ ഉള്ളത്. നമ്മൾ വിചാരിക്കും സ്തോത്രവും കയ്യടിയും ഒക്കെ അടിക്കുന്നവരുടെ ഇടയിൽ ഇതൊന്നും ഇല്ലെന്ന്. ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെയൊക്കെ. Only thing nobody knows. അന്തരംഗത്തിന്റെ അകത്ത് കിടക്കുന്ന വേദനകൾ പുറത്തു വരാൻ അവസരം ഉണ്ടാകാത്തതുകൊണ്ടാണ് പലരും ഞരക്കമാകത്ത്. ഇന്ന് രാത്രി ഞാൻ വളരെ സാവധാനമായി സംസാരിക്കുന്നതുകൊണ്ട് നിങ്ങളായാലും ഗൗരവമുള്ള വിഷയമല്ല പാസ്റ്ററിനകത്ത് സംസാരിക്കുന്നതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. നിന്നെ കാർന്നു നിൽക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. യു ആർ സ്റ്റക്ക് ഇൻ എ മൊമെന്റ്. നീ എവിടോ ഒരു മാത്രയിൽ ആരോ പറഞ്ഞ 2 വാക്കിന് മുൻപിൽ നീ സ്തംഭിച്ചിരിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ പണ്ടെന്തോ സംഭവിച്ച ജീവിതത്തിന്റെ പുറകിൽ നീ ഒരിക്കൽ ഫ്രോസൺ ആയിരിക്കുക. നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ, വളരാൻ കഴിയാതെ നീ സ്റ്റക്കായിട്ടിരിക്കുക. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന് എന്നോട് സംസാരിക്കാനുണ്ട്. രാത്രി നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ ദൈവത്തിനും കഴിയും. Praise the Lord. നീ വന്നതുപോലെ അല്ല തിരിച്ചു പോകാൻ പോകുന്നത്. ഇന്ന് രാത്രി നിന്റെ കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞ് സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഫ്രീഡത്തോടെ ഇവിടുന്ന് പോകുവാൻ ദൈവം നിനക്കിടയായി തീരണം. ഇന്ന് രാത്രി ദൈവദാസൻ പറഞ്ഞതുപോലെ യഹോവയെ അരുളി ചെയ്യണമേ, അടിയനിതാ ഇന്ന് രാത്രി എന്റെ ജീവിത വിഷയത്തോട് ദൈവാത്മാവ് സംസാരിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആത്മാവ് സംസാരിക്കും. Hallelujah. Hallelujah. Praise the Lord. നിങ്ങളുടെ സാഹചര്യം എന്തോ ആയിക്കൊള്ളട്ടെ, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം with God it doesn't matter where do you begin and how you begin. All it matters is how you finish. നീ എവിടെ ആരംഭിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ആരംഭിക്കുന്നു എന്നുള്ളതല്ല, ഏത് വീട്ടിൽ ജനിച്ചെന്നുള്ളതല്ല, കഞ്ഞി കുടിക്കാൻ വകയുണ്ടോ എന്നുള്ള ദൈവത്തിന് വിഷയം. നീ എങ്ങനെ അവസാനിക്കും എന്നുള്ളതാ നിന്റെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു വിഷയം. God wants you to have a glorious finish. Praise the Lord. Praise the Lord. God wants you to finish well. നമ്മുടെ ആളുകളുടെ ഇടയിലും ഒത്തിരി വിഷാദമുള്ളവരുണ്ട്. lot of depression. പക്ഷെ ഡിപ്രഷൻ ഒരു ഡോക്ടറിന്റെ ആയിരിക്കും പോവാൻ മരുന്ന് മേടിക്കുകയൊന്നും ചെയ്യത്തില്ലെന്നുള്ളൂ. പക്ഷെ അവർ വെർബലൈസ് ചെയ്യും പല രീതിയിലാണെന്നുള്ളൂ. അതിനോടൊരു സ്വോത്രവും കൂടെ കേട്ടു. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകത്തില്ല എന്തോ സാധനം. രാത്രി കിടക്കാൻ പോകും പ്രാർത്ഥിക്കും, കർത്താവേ ഈ ഉറക്കത്തിൽ ഉണരാതെ നിന്റെ സന്നിധിയിലേക്ക് അങ്ങ് പോയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. എന്തിനായി രാവിലെ എണീറ്റ് വരുന്നത്? അതൊക്കെ സംസാരിക്കുന്ന വാസ്തവത്തിൽ അകത്ത് കിടക്കുന്ന ഏതോ ഡിപ്രഷൻ പ്രാർത്ഥനാവാദത്തിലൂടെ പുറത്തു വരികയാണ്. ദൈവം തന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഞരങ്ങി ജീവിക്കാനല്ല. പൗലോസ് പറഞ്ഞ ക്രിസ്തുയേശുവിൽ ഞങ്ങളെ എല്ലാം ഇപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പട്ടിണിയാണെങ്കിലും, നിനക്ക് ജോലിയില്ലെങ്കിലും, ക്ഷീണമാണെങ്കിലും, നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോകുന്നില്ലെങ്കിലും ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള ആഗ്രഹം, നിന്റെ അകത്തൊരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തോടെ ദൈവാലയം അനുവദിക്കുകയില്ല. God wants to give you the joy. It's there to stay, not to go anywhere. Now let's come back to the story. ഈ സ്റ്റോറിയിൽ കൂടെ മാത്രമേ എനിക്ക് നിങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. So യാക്കോബ് തന്റെ അമ്മാച്ചന്റെ വീട്ടിൽ വരിക. His uncle's house. He sees 2 girls. അത് സുന്ദരിയായ പെണ്ണിന്റെ മുഖത്ത് ഇവന്റെ കണ്ണുമാണ് അല്ലേ. ഒളി അവിടെ ചെന്നപ്പോഴേ അവളോട് സ്നേഹമായി. നേരെ ചിന്തിച്ച് പറഞ്ഞു, I want to marry a young girl. എൻ്റെ ഈ കസിനെ എനിക്ക് കല്യാണം കഴിക്കണം.
It's all time, so remember. അയാൾ പറഞ്ഞു കുഴപ്പമില്ല, മോനെ എത്ര വർഷം ജോലി ചെയ്തു? Serve me 7 years. 7 വർഷം ജോലി ചെയ്തു. നിനക്ക് ഞാൻ എന്ത് തരാം? അവിടെ കണ്ടിച്ചു തരാം. Now the story goes on. 7 years he served. 7 വർഷം പുള്ളി വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. വേദോസം പറഞ്ഞത് 7 വർഷം പുള്ളിക്ക് 7 ദിവസം പോലെയാ പോയതാണ് എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിന്റെ ആധിക്യം. He felt it was like 7 days, not 7 years, because he was intensely in love. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഒരു രാത്രിയിൽ ഒരു കല്യാണ സർവീസ് നടത്തിയില്ലേ? ഒരു നാടകമായിരുന്നു. was a drama. രാത്രിയിൽ, തലേദിവസം രാത്രിയിൽ ലാബാൻ റാഹേലോട് പറഞ്ഞു, റാഹേലേ, നാളെ നിന്നെ ഇവിടെ കാണരുത്, എവിടെയെങ്കിലും വിളിച്ചോളാൻ പറഞ്ഞു. ഗോ ഹൈഡ് സംവെയർ, ഇവിടെ നിന്നെ കാണുന്നതാണ്. ലേയ വിളിച്ചിട്ട് പറഞ്ഞു, ലേയ, നീ നാളെ രാത്രിയിൽ ഉടുത്തിറങ്ങി മണവാട്ടിയായിട്ട് വരണമെന്ന്. നിങ്ങൾ ആ പെൺകുട്ടിയുടെ സംഘർഷം ചിന്തിക്കണം. ആൾ അപ്പനോട് പറഞ്ഞു കാണും, ഡാഡി എന്നോട് ചെയ്യരുത്, പ്ലീസ് ഡോണ്ട് ഡു ദിസ് ടു മീ. അവനോട് ഇഷ്ടമല്ല. ഹി ഡസ് നോട്ട് ലൈക്ക് മീ, ഹി ഹേറ്റ്സ് മീ. അവൻ എൻ്റെ മുഖത്ത് നേരെ നോക്കുകയല്ല, എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചാൽ കുടിക്കുകയല്ല. ഹി ഹേറ്റ്സ് മീ. അവൻ എന്നെ ഇഷ്ടമല്ല, എന്നോട് ഇത് ചെയ്യരുത്. See, you cannot argue with the father because you are father's property. Do as I say. ഞാൻ പറയുന്ന പോലെ ചെയ്തോളാം. Next day, വിവാഹം, probably in the evening time, സന്ധ്യയായി, എല്ലാ ആളുകളും വന്നു. We don't know. ഇയാൾ ഇവനെ വല്ലതും കുടിപ്പിച്ചോന്നുമില്ല, എനിക്കറിയത്തില്ല. I don't know. അതിനൊക്കെ പുള്ളി കൊടുക്കാനായിരിക്കും ലാഭാൻ. എന്താ പറ്റിയാലും കല്യാണമൊക്കെ കഴിഞ്ഞു, മാരേജ് ഈസ് ഓവർ. ആ തിരക്കിനിടയിൽ പുള്ളി നോക്കാൻ പറഞ്ഞു, ഇതാരെ പാർട്ടിന്നുണ്ട്. വേദോസം പറഞ്ഞ് രാവിലെ ആയപ്പോൾ ഭാര്യയെ ഒന്ന് നോക്കിയേക്കൊള്ളാമെന്ന് വിചാരിച്ചു. ഈ ഓപ്പൺ ഹിസ് ഐസ് ആൻഡ് ലുക്ക്ഡ്. നോക്കിയപ്പോൾ എന്താ കാണുന്നത്? നിങ്ങൾ ആ ചോദിച്ചാൽ രാവിലത്തെ ആ സീനൊന്ന് മനസ്സിൽ കണ്ടേ. നിങ്ങൾ കല്യാണം കഴിച്ചു ഭാര്യയെ ഒന്ന് കാണാൻ പോയി, രാവിലത്തെ വെളിച്ചത്തിൽ, സൂര്യന്റെ വെളിച്ചത്തിൽ ഒന്ന് കാണാൻ നോക്കുക. കാണാൻ നോക്കിയപ്പോൾ തനിക്ക് കണ്ടത് 2 വലിയ കണ്ണുകൾ തന്നെ നോക്കുന്നതാണ്. Two big eyes looking at him. ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. പുള്ളി കണ്ണടച്ച് കാണില്ലേ? കണ്ണെഴുതി പറഞ്ഞാണ്, ഐ റിയലി പ്രേ ദാറ്റ് വാസ് എ ഡ്രീം നോട്ട് ട്രൂ. അതൊരു സ്വപ്നമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ചുവന്നൂടെ കണ്ണു കൊടുത്തു. കണ്ണൂർ നോക്കിയപ്പോൾ എന്താ കാണുന്നത്? ലേയാന്ന് കണ്ടു. പിന്നെ കണ്ണടച്ച് കാണുമായിരിക്കും. എനിക്ക് എത്ര പ്രാവശ്യം പുള്ളി കണ്ടെത്തിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പുള്ളിക്ക് പിന്നെ മനസ്സിലായി, ഇതാരാ? ഇത് ലേ തന്നെയാണ്. ഞാൻ അവിടെ വേദോസത്തിൽ നോക്കി, അവിടെ ലേയുമായിട്ടുള്ള കോൺവെർസേഷൻ എന്തെങ്കിലും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഒന്നും എഴുതിയിട്ടില്ല. അത് നല്ല കാര്യം. അവളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണുമായിരിക്കില്ലേ? ഇയാൾ ഫ്യൂരിയസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു കാണും. അവിടെ പറഞ്ഞു കാണും, പശുക്കണ്ണി ഓടിക്കോ, നിന്നെ കണ്ടുപോലെ എവിടെയെങ്കിലും, നിന്റെ മോഹം കണ്ടുപോലെ ഓടിക്കോ, എനിക്കിനെ കാണാന്ന് പറഞ്ഞു കാണും. പക്ഷെ അപ്പനോട് പറഞ്ഞ കാര്യം ഇവിടെയുണ്ട്. കോപിഷ്ഠനായി ചെന്നിച്ച് ലാബാനോട്, നീ എന്നോട് ചെയ്തത് എന്ത്? Why did you cheat me? You were so angry, അല്ലേ? ഭയങ്കരമായി ദേഷ്യപ്പെട്ട് ചെന്നിച്ച് പറഞ്ഞു, Why did you do this to me? നീ എന്നോട് ചെയ്തത് എന്ത്? You cheated me. I served you 7 years. അയാൾ അതിനേക്കാൾ കൊടുക്കണമായിരുന്നു. അയാൾ പറഞ്ഞു, മോനെ ചൂടാകാതടാ, ടേക്ക് ഇറ്റ് ഈസി. ഞങ്ങളുടെ ഈ വില്ലേജിൽ ഒരു സിസ്റ്റമുണ്ട്. മൂത്തവളെ ആദ്യം കെട്ടിക്കും, പിന്നെ രണ്ടാമത്തവളെ കെട്ടിക്കും. നിനക്ക് വേണോ അവളെ കൂടെ തരാം, ഒരു 7 കൊല്ലം കൂടെ സെർവ് ചെയ്താൽ മതി. പുള്ളി ഒന്നും ബാർഗെയിൻ പോലും ചെയ്യില്ല. ഉടനെ പറഞ്ഞു, യെസ് സർ. എത്ര കൊല്ലം ചെയ്യാൻ പറഞ്ഞു? 7 കൊല്ലം. 14 കൊല്ലമാണ് ഒരു പെൺകുട്ടിക്ക് വേണ്ടി സേവ് ചെയ്യുന്നത്. 14 years. നിങ്ങൾ എത്ര പേര് സെർവ് ചെയ്യുന്നത് എനിക്കതില്ല. അമ്മായി ഭാര്യ കിട്ടാൻ പറ്റി. But 14 years. He said, I want her. Now he marries her also. അധികം താമസിച്ചില്ല, അവളെ വിവാഹം കഴിച്ചു. ഒരു വീട്ടിൽ 2 ഭാര്യമാർ. ഓക്കെ, 2 പേര് ഒരു വീട്ടിൽ 2 പേര്. There are 2 people in the house. അങ്ങനെ യാക്കോബ് ഈ 2 ഭാര്യമാരുമായിട്ട് സന്തോഷമായിട്ട്
നീണാൾ വാണു എന്ന് പറഞ്ഞല്ല സ്റ്റോറി അവസാനിക്കുന്നത്. ഇവിടെ സ്റ്റോറിക്ക് ഒരു ടേൺ ഉണ്ടാകുകയാണ്, ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുകയാണ്, ഇവിടെ ഒരു ക്രൈസിസ് പോയിന്റിലേക്ക് ഈ കുടുംബം വരികയാണ്. There's a problem in this house. ഈ വീട്ടിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. It's recorded in verse 30. So Jacob went to Rachel also. So he married both of them. പക്ഷെ അടുത്ത സെന്റൻസ് ശ്രദ്ധിച്ചോണേ. Indeed he loved Rachel more than Leah. അവൻ റാഹേലിനെ ലേയേക്കാൾ അധികം സ്നേഹിച്ചു. That's a problem. That's an issue in this house. എന്തോ രണ്ടുപേരുണ്ട്, രണ്ടുപേരും സിസ്റ്റേഴ്സാണ്. ഭർത്താവിന് ആരെ ഇഷ്ടമുള്ളൂ? He loved the younger wife, not the older one. അവൻ ഇളയവളോട് വലിയ സ്നേഹമാണ്, മൂത്തവളോട് ഇഷ്ടമാണ്. So you have a problem in this house. നമ്മുടെ ഫോക്കസ് ഈ ഫാമിലിയൊക്കെ ഒരു വിഷയം നിങ്ങൾ വിളിക്കുക. I want you, if you can, get into the shoes of this woman emotionally. വൈകാരികമായിട്ട് ഈ സ്ത്രീയുടെ മനസ്സിൽ കയറി ഈ രംഗം ഒന്ന് കാണുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. I'll take you along to the word of God, but I want you to come with the story. ഒന്ന് ചിന്തിച്ചു നോക്കി. അവള് പറഞ്ഞത് അപ്പന്റെ ഡ്രാമയാണ്. She is just an innocent victim, അല്ലേ? ഒരു വെറും വിക്റ്റിമാവും. ഇളയ വീട്ടിലെ ഇളയ സിസ്റ്റർ, അവൾ കൊണ്ടു നടന്ന കൊച്ചനുജത്തിയാണ് വീട്ടിലെ ക്വീൻ, ഇവിടുത്തെ റാണി അവളാണ്. ഭർത്താവ് രാത്രിയിൽ യാക്കോബ് ജോലി കഴിഞ്ഞേച്ച് വരുമ്പോൾ കഥകെ കൊട്ടിയേച്ച് വിളിക്കും, റേച്ചൽ, ഐ ആം ഹിയർ. ആദ്യം വന്ന് കഥ തുറക്കുന്നവരാ? റാഹേൽ വന്ന് കഥ തുറക്കും. എന്നിട്ട് റാഹേൽ എന്നുവെച്ച് ലേയോട് വരും, ചായ എടുത്തുകൊണ്ട് പോവാം. ലേ അടുക്കളയിൽ ചെന്ന് ചായ ഉണ്ടാക്കും, കപ്പിനകത്ത് കൊണ്ടുവരും. പക്ഷെ കൊണ്ട് കൊടുക്കാൻ അധികാരമില്ല, അത് റാഹേലിന്റെ കൊടുക്കും. റാഹേൽ കപ്പുമായിട്ട് യാക്കോബിന്റെ അരികെ ചെന്നിരിക്കും, അവിടെ കുടിക്കും. രണ്ടുപേരും അവിടെ നിന്ന് കുടിക്കും. ഈ സ്ത്രീ അവിടെ ഇരിക്കും. എഴുന്നേറ്റ് മുമ്പ് കപ്പ് കൊണ്ട് കഴുകും. വീട്ടിലെ ആടുമാടുകൾക്ക്, ദാസിദാസന്മാർക്ക് ആഹാരം ഉണ്ടാക്കും, പാത്രം കഴുകും, വീട്ടിലെ ജോലിക്കാരെ നോക്കും. സന്ധ്യയാകുമ്പോൾ, കിടക്കാൻ സമയമാകുമ്പോൾ യാക്കോബും റാഹേലും അവരുടെ റൂമിലേക്ക് കയറി. ഈ പാവം സ്ത്രീ ഒരു തണുത്തീറനണിഞ്ഞ ഒരു മുറിക്കകത്ത്, ആരും സഹായത്തിനില്ല, സംസാരിക്കാനില്ല, ഒരൊറ്റ ഏകയായി ഒരു കൊച്ചു മുറിക്കകത്ത് പുറത്ത് ചിമിണികളുടെ ശബ്ദവും കേട്ടുകൊണ്ട് ആ സ്ത്രീ ഇരിക്കുന്ന രംഗം നിങ്ങളും ചിന്തിച്ചു നോക്കുക. What will you do? If this were to happen in the modern world, North America, ഇത് സംഭവിച്ചെങ്കിൽ what would be the response? എന്തായിരിക്കും പ്രതികരണം? ലേയ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ, നമ്മൾ ഈ 20ാം നൂറ്റാണ്ടിലെ ഒരാളായിരുന്നെങ്കിൽ എന്തായിരിക്കും അവളുടെ പ്രതികരണം? We can think about so many options. Number one, she can go to a court and tell the judge, I want a divorce from this man. എന്നെ സ്നേഹിക്കാത്ത, എന്നോട് സംസാരിക്കാത്ത, എന്നോട് ഇടപെടാത്ത, എന്നെ കരുതാത്ത, എന്നെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യന്റെ കൂടെ ഞാൻ എന്തിനു ജീവിക്കണം? ഈ മനുഷ്യന് വിവാഹമോചനം എനിക്ക് വേണം. അതൊരു ഓപ്ഷനാണ്. രണ്ടാമത്തെ കാര്യം, പലരും ചെയ്ത ഒരു അമേരിക്കൻ, അല്ലെങ്കിൽ ഇവിടെ അമേരിക്കൻ കാനഡയിലേക്ക് നമ്മൾ കാണുന്ന, she can probably take a gun and shoot Rachel. എന്നിട്ട് വേണം ചിന്തിക്കാം, now I got him. എനിക്ക് കിട്ടി. ആരെ? ഇനി ഇച്ചിരി ഡെമോക്രാറ്റിക് ആയിട്ട് ജനാധിപത്യമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഇച്ചിരി കരണമാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ഇവനെ വേണ്ട, അവനെ വെടിവെക്കും, യാക്കോബിന് വേണ്ടി വെടിവെക്കും. അല്ലെ പറയും, നീ എടുത്തു, you take him. അവർക്ക് വേണമെങ്കിൽ she can get lost in New York City or Tokyo City, അല്ലെങ്കിൽ മെക്സിക്കോ സിറ്റി, ആരെങ്കിലും വളരെ ജനനിബിഡമായ ഒരു നഗരത്തിൽ പോയി ആരും കാണാതെ you can get lost. ഇല്ലെങ്കിൽ നമ്മൾ കേരളത്തിലെ മലയാളം പത്രത്തിൽ വായിക്കുന്നത് പോലെ വേണമെങ്കിൽ she can hang herself and die. She can commit suicide. I don't need to live anymore. But I want you to look at her life. ജനിച്ചു വീണപ്പോഴേ കണ്ണുകൾക്ക് സൗന്ദര്യമില്ല. ഒരു വാക്യം അവളെ കുറിച്ച് നല്ലത് പറയാനില്ല. Not one more sentence.
She is stuck with one sentence. ഒറ്റ സെന്റൻസ് അവളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ആകെപ്പാട് ഒറ്റ കാര്യം, അവളുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു, ഭംഗിയില്ലാത്തതായിരുന്നു. മറ്റവളെ പിന്നെ പറഞ്ഞിരിക്കുന്നു അവൾ രൂപഗുണമുള്ളവളായിരുന്നു എന്ന് പറഞ്ഞാൽ അവളുടെ റാഹേലിന്റെ മുഖം കണ്ടാൽ നല്ലതായിരുന്നു, അവളുടെ ആകൃതിയും നല്ലതായിരുന്നു. അതിനകത്ത് ഇവളെ പറ്റി പറയാത്തത് കൊണ്ട് നമുക്ക് അനുമാനിക്കാം ലേയുടെ മുഖം കണ്ട സുഖമില്ലായിരുന്നു, അവൾക്ക് ആകൃതിയുമില്ലായിരുന്നു. കണ്ണുകൊള്ളില്ല, മുഖം കൊള്ളില്ല, ശരീരത്തിന് ആകൃതിയില്ല. ഭർത്താവിന് വേണ്ട, അനിയത്തി വീട്ടിലെ രാജ്ഞി. She is a servant in the house. No one to love, no one to care. സ്നേഹിപ്പാനോ കരുതുവാനോ ആരുമില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ. What did she do? അവൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രസക്തമായി ചിന്തിക്കേണ്ട വിഷയം. What did she do with her life? ഇന്ന് രാത്രി നിങ്ങളുടെ പ്രശ്നം ഇതായിരിക്കില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവോ ഒരു ഭാര്യയോ നിങ്ങൾക്കുണ്ടായിരിക്കാം. Praise God for that. ഒരുപക്ഷെ നിങ്ങൾക്ക് കുടുംബത്തിൽ പ്രശ്നമുള്ളവരായിരിക്കാം ചിലപ്പോഴിരിക്കുന്നവർ. Maybe you are going through a troubling life. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂ വേറൊന്നായിരിക്കാം. നിങ്ങളുടെ ഇഷ്യൂ സെൻസ് ഓഫ് റിജക്ഷൻ ആയിരിക്കാം. Maybe you feel I don't look good. No one wants me. No one wants to be my friend. എനിക്ക് ജോലിയില്ല, എനിക്ക് കാശില്ല, എന്നെ ആർക്കും വേണ്ട, എന്നെ വിലയില്ല. ഇതൊക്കെയായിരിക്കും നിങ്ങൾ മനസ്സിലൂടെ പോകുന്ന ചിന്ത. Whatever the issue, it doesn't matter what the issue is, but the process remains the same. മടങ്ങി വരുവാൻ, ഇതിനകത്തുനിന്ന് വെളിയിൽ വരുവാൻ ലേയ നമുക്കൊരു വഴി കാണിച്ചു തരുന്നുണ്ട്. ഇന്ന് രാത്രി അതൊന്ന് ശ്രദ്ധിക്കുന്നതിൽ വളരെ നന്നായിരിക്കും. Praise the Lord. See, she had faith in her God. അവൾക്ക് അവളുടെ ദൈവത്തോട് ഒരു വലിയ ബന്ധമുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ബാക്കി സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളോട് എനിക്ക് ആദ്യമായി പറയാനുള്ള ഒരു കാര്യം, സ്നേഹിത, ഞാൻ പറയുന്ന ബാക്കി 4 കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ല എങ്കിൽ ഇത് കേട്ടേ ഒക്കത്തുള്ളൂ. ദൈവത്തോട് നിനക്ക് ബന്ധമില്ലെങ്കിൽ ഇന്ന് രാത്രി ബാക്കി പറയാൻ പോകുന്ന പ്രസംഗം നിനക്കുള്ളതല്ല. If you don't have a relationship with God, there is no point in you praying. No point in showing up in a church. നീ പള്ളിയിൽ വരുന്നത് കൊണ്ടോ കാഴ്ച ഇടുന്നത് കൊണ്ടോ ക്രിസ്ത്യാനിയായി പേരുകൊണ്ട് നടക്കുന്നത് കൊണ്ടോ ഒരർത്ഥവുമില്ല. ക്രിസ്ത്യാനിറ്റി ഈസ് എ റിലേഷൻഷിപ്പ്, ഇറ്റ്സ് നോട്ട് എ റിലിജിയൻ. ഇതൊരു ബന്ധമാണ്, യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സകല ആളുകൾക്കും യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുള്ളവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുക. അങ്ങനെ അല്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പേര് തോമസ് എന്നോ ഫിലിപ്പെന്നോ മാത്യു എന്നോ ഒക്കെ ആയിരിക്കാം. But that does not earn you a place in heaven. Is your name written in the Lamb's book of life? ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടോ? നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? Are you a child of God? Praise the Lord. Are you saved? അപ്പൊ അത് ഞാൻ ഒന്നിനും ചോദിക്കുക, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? നിങ്ങൾ ചോദിക്കും, പക്ഷേ ഞങ്ങളെ കണ്ടാൽ അറിയത്തില്ല രക്ഷിക്കപ്പെടും. നിങ്ങളെ കണ്ടാൽ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടോ പറഞ്ഞത്? Because I don't know. By looking at somebody, you cannot say. ഞാൻ ഈ അടുത്തിടയിൽ ഒരാളോട് ചോദിച്ചു, രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. Are you saved? He said, I'm baptized, man. 10 years ago I got baptized. I'm 34 years of age. I said, excuse me for asking that question. I wanted to hear an answer to that question, yes or no. Are you saved? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെയാ പാസ്റ്റർ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ കുഴപ്പം പറഞ്ഞോളൂ. അപ്പൊ എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ആർ യു മാരീഡ് എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയും? നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ആർ യു മാരീഡ് എന്ന് ചോദിച്ചാൽ ഞാൻ തിരിച്ചു ചോദിക്കും, അങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെയാ ബ്രദറെ ശരിയാകുന്നു? I have an answer for you. Yes, I'm married. Or you can say I'm not married. അതിനകത്ത് ഈഫും പട്ടൊന്നുമില്ല. Yes or no question. Are you saved? ചെല്ലു പറയാം, വളരെ കൊച്ചിലെ തൊട്ടേ ഞാൻ പള്ളിയിൽ പോകുന്നതാണ്. അമ്മയുടെ കൂടെ പോയാലും അപ്പന്റെ കൂടെ പോയാലും ചോദ്യം ഇന്ന് രാത്രി ഇന്ന് രക്ഷിക്കപ്പെടുമെന്നാണ്. Have you invited Jesus into your heart? A conviction has come to your heart that you are a sinner and you deserve to die in eternal hell. And God made a way.
ദൈവം ഒരു വഴി ഉണ്ടാക്കി. It's through his son Jesus. There is no other way you can be saved. I cannot be politically correct here. Praise the Lord. Amen. This is exclusivism. Yes, Jesus claimed to be exclusive. Jesus said, I am the way, the truth and life. No one comes to the Father but by me. ഞാൻ തന്നെ വഴിയും സത്യവും ജീവിതം, എന്നിലൂടെ ആരും പിതാവിന്റെ അടുക്കൽ. Praise the Lord. സ്നാനപ്പെട്ടതായിരിക്കാം, ഒന്നുകൂടെ ചോദിച്ചു രക്ഷിക്കപ്പെട്ടതാണോ? Years ago, I was General Secretary of ICPF. ഒരിക്കൽ ഞാനൊരു ഇന്റർവ്യൂ നടത്തി. എന്നോട് BTH കഴിഞ്ഞ ഒരു പുള്ളി വന്നു. ഈ ചോദ്യം ഞാൻ എപ്പോഴും ചോദിക്കില്ല. ചോദിച്ചു പോലെ എന്നാണ് രക്ഷിക്കപ്പെടുമെന്ന് ചോദിച്ചു. When did you get saved? പുള്ളിയെ മുഖത്ത് നോക്കിച്ച് പറഞ്ഞു, അത് ഓർക്കുന്നില്ല. You may not remember the exact date. I don't expect you to remember the exact date. അറിയാൻ കുഴപ്പമില്ല. But you remember at least a time when you have invited Jesus into your heart. അത് ഒരു ഭാഷയുടെ മോനാണ്. Sorry to say this. എന്നോട് പറയാം, Pastor, truly speaking, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് ഒരു ദിവസം യേശുവിനെ ഉള്ളിലേക്ക് സ്വീകരിച്ചതാണ് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ BTH കഴിഞ്ഞോ? I felt so sad for the young man. I put my arm around him and said, brother, you go home today. Ask Jesus to come into your heart. Hallelujah. യേശുവുമായിട്ട് ബന്ധം ഉണ്ടെങ്കിലേ നമ്മൾ എനിക്ക് മുമ്പോട്ട് പോകാനൊക്കത്തുള്ളൂ. I hope you have invited Jesus into your heart. ഇല്ലെങ്കിൽ യോഗം കഴിയുമ്പോൾ നിക്കി, I want to talk to you tonight. Leah had a relationship with God. ദൈവത്തോടൊക്കെ ഒരു ബന്ധമുണ്ടായിരുന്നു. Praise the Lord. A strong faith in God. She said, I'm not going to commit suicide. I'm not going to shoot this man. I'm not going to shoot my sister. I'm not going to run away. I'm going to stay here and see God doing great things. എൻ്റെ ചരിത്രം മാറ്റി എഴുതുവാൻ എൻ്റെ ദൈവശക്തത. My God will rewrite my history. എൻ്റെ ദൈവത്തിന്റെ ചരിത്രം. I will not go to the grave with one sentence history. ഈ ഒറ്റ വാചകവുമായിട്ട് കുഴിമാടത്തിലേക്ക് ഞാൻ പോകില്ല. എൻ്റെ ചരിത്രം ദൈവം തിരുത്തി എഴുതിയേ പറ്റുകയുള്ളൂ. Hallelujah. I pray that a warrior would rise up inside of you. ഇന്ന് രാത്രി നിങ്ങളുടെ അന്തരംഗത്തിൽ ഒരു പോരാളി എഴുന്നേൽക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങളുടെ സാഹചര്യത്തിന് മുമ്പിൽ മുട്ടുമടക്കി വെച്ച് പിശാചെ കൊണ്ടുവെക്കൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരല്ല. എനിക്കുള്ള അവകാശം ഞാൻ കൊടുക്കില്ല, ഞാൻ മരിക്കില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. God will rewrite my history. എന്റെ ചരിത്രം ദൈവം മാറ്റി എഴുതും. എന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തും. See, I'm not trying to pump you with some positive things here. I'm preaching my message based on God's word. Hallelujah. 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 Sister, don't give up. Don't give up. കളയാൻ സമയമായിട്ടില്ല, ഓടാൻ സമയമായിട്ടില്ല. ഡോക്ടർ എന്തു പറഞ്ഞോട്ടെ അത് വിഷയമല്ല. Because my God has the final word. Hallelujah. Oh, it doesn't matter what the report says. What my God says is the final. He will say the final word. Hallelujah. You know, she is actually telling you how can you snap out of rejection? ഈ തിരസ്കരണത്തിൽ നിന്ന്, നിരാകരണത്തിൽ നിന്ന് നിനക്ക് എങ്ങനെ പുറത്തു വരുവാൻ കഴിയും? How can you really come out of this? And she actually gives a 4-step process. ഒരു 4 സ്റ്റെപ്പിൽ അവൾ പറയുക എങ്ങനെ ഇതിനകത്ത് പുറത്തു വരാൻ കഴിയും. I want to very quickly show you that and finish the message tonight. Now look at verse 31. 30ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. വാക്യം ആരെങ്കിലും വായിച്ചു? Verse 31. Nobody has Bible here? നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ലേയ അനിഷ്ട എന്ന് ആര് കണ്ടു? യഹോവ കണ്ടു. Even it has come to the notice of God Almighty. Praise the Lord. ദൈവത്തിന്റെ കണ്ണിൽ പോലും പെട്ടു എന്തുവാ? That she is not loved.
അവിടെ ഭർത്താവ് അവളെ സ്നേഹിക്കുന്നില്ല, ആരും അവളെ സ്നേഹിക്കുന്നില്ല എന്നുള്ള കാര്യം ആരുടെ ദൃഷ്ടിയിൽപ്പെട്ടു? ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പോലും പെട്ടു. ബൈബിൾ tells us that അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം അവളുടെ ഗർഭത്തെ എന്ത് ചെയ്തു? തുറന്നു. Think about this. ചില ആളുകൾ ജീവിക്കുന്ന അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ. There are ladies who comes to me for counseling, not necessarily our people but others. അവർ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ സാറേ, ഈ 2 പിഞ്ച് കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, ഇല്ലെങ്കിൽ ജീവിതം ഒടുക്കിയെന്ന്. അവരുടെ മുഖം നോക്കുമ്പോൾ എങ്ങനെ എനിക്കത് ചെയ്യാൻ കഴിയും? ലേഖയ്ക്ക് അങ്ങനെ പോലും ആശ്വസിക്കാൻ ആരുമില്ല. ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു സ്നേഹം പകരുവാൻ ഒരു മനുഷ്യനില്ല അവളുടെ ജീവിതത്തിൽ, ഒരു കുഞ്ഞു പോലുമില്ല. God opens her womb. അടുത്ത വാക്യം വായിച്ചേ. Let's read the next verse. Yes. All right. അവിടെ പറഞ്ഞിരിക്കുക, she conceived and bore a son. She named him Reuben. For she said, because the Lord has seen my affliction or my misery, surely now my husband will love me. കൊച്ചുങ്ങളുണ്ടായാലും സ്നേഹമില്ല. സ്നേഹം കൊച്ചുങ്ങളുണ്ടാവും ഇല്ലയോ? അവിടെ ഇരിക്കുന്നത് ഫ്യൂച്ചർ ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. Now my husband will surely love me. Step number 1. അവിടെ കുഞ്ഞിന് പേരിട്ട് എന്നാന്നറിയോ? Reuben. Reuben is step number 1. Reuben really means let God see it. ദൈവം കാണട്ടെ. Praise the Lord. Amen. ഇന്ന് രാത്രി ലേഖയ്ക്ക് നമ്മളോട് പറയാനുള്ളത്, let God see it. ദൈവം ഒന്ന് കാണട്ടെ. നിങ്ങൾ എല്ലാവരും ചേർന്ന് പറഞ്ഞ ദൈവം കാണട്ടെ. പുറകെ പറഞ്ഞേ, let God see it. That's step number 1. നിന്റെ പ്രശ്നം എന്താണെന്ന് ദൈവം ഒന്ന് കാണട്ടെ. Praise the Lord. ഇപ്പൊ ഞങ്ങള് പാസ്റ്റർമാരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ പ്രശ്നം ഉണ്ടെങ്കിൽ, some of us can read your face. If you know people very well, if you're seeing people for a while, മുഖത്തെന്തെങ്കിലും ഒരു പ്രശ്നം, because Bible says, science says man is a psychosomatic being. What affects his mind affects his body, his soma. Okay? എൻ്റെ മുഖത്ത് കണ്ടാൽ അറിയാം. നമ്മൾ ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബ്രദറെ? Is everything okay, sister? Everything okay? You look kind of sad down. Oh no, pastor, everything is great, everything is going fine. That's a big lie. വലിയ നുണയാ. നീ ഉറങ്ങിയിട്ട് ദിവസമായി. You're a walking civil war. നീ നടക്കുന്ന ദ്വന്ദ്വയുദ്ധമാണ്. നിന്റെ അകത്ത് ബേൺ ചെയ്തുകൊണ്ടിരിക്കുക. നീ ഒരു അഗ്നിപർവ്വത, പൊട്ടൻ റെഡിയായിരിക്കുന്ന അഗ്നിപർവ്വതം. പക്ഷെ ചോദിച്ചാൽ പറഞ്ഞത് എവറിത്തിങ് ഈസ് ഫൈൻ. സഹോദരനോട് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല നീ പറയുന്നെങ്കിലും നിന്റെ അകം ഇടിയ സഹോദരൻ. You hide it from everybody. You hide it from co-workers. You hide it from your boss. അയൽക്കാരുടെ ഇരിക്കുന്ന കൂട്ട സഹോദര ബന്ധത്തിൽ എല്ലാവരുടെ ഇരിക്കുന്ന മറിച്ച് നീ ഇങ്ങനെ കൊണ്ട് നടക്കുക. പക്ഷെ നിന്റെ അകത്ത് കിടന്ന് തിളക്കുക. പറയുന്നു, ആവശ്യമില്ലാത്തവരുടെ ഒക്കെ മുമ്പിൽ ചെന്ന് തുറന്ന് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവര് കണ്ടേച്ച് സോറി എന്ന് പറഞ്ഞേച്ച് പോകത്തുള്ളൂ. കണ്ടാൽ എന്തെങ്കിലും ചെയ്യുവാൻ പറ്റുന്ന ഒരാൾ മേളിലുണ്ട്. There is one person up there who, if he can take a look at your situation, he can do something. അവൻ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയും. നീ അവന്റെ മുമ്പിൽ ഒന്ന് തുറന്നു വെച്ച്, നിന്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്ന കർത്താവ്, everything is open, laid bare before you, God. സകലം നിന്റെ മുമ്പിലാണ് കിടക്കുന്നത്. Lord, you see the shame that I carry, the guilt that I carry, the pain that I carry, the rejection that I have. Let God see it. ദൈവം ഒന്ന് കാണട്ടെ സഹോദരൻ. ദൈവം ഒന്ന് കാണട്ടെ. നിന്റെ വേദന ഒന്ന് കാണട്ടെ. ഒന്ന് തുറന്നു വെച്ചേ. ഹല്ലേലൂയ. നമ്മൾ മലയാളികളായ നമ്മൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടല്ലേ? ഒന്ന് പറയാനൊന്ന് പാടാ.
പ്രശ്നമുണ്ട്. പറയുന്നതിനും പറയാതിരിക്കുന്നതിനും കാരണം എന്ന് ചോദിച്ചാൽ, വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാളെ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വിളിച്ചു പറയും ഒരുത്തനോട്, ഓ ബ്രദർ തോമസ് വാസ് ഹിയർ കേട്ടോ, ചെറിയ പ്രശ്നം, ഹി ടോൾഡ് യു നോട്ട് ടു ടെൽ എനിബഡി. പക്ഷെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നീ വിളിച്ചു പറഞ്ഞു 10 പേരോട്. തോമസ് ഭാര്യയോട് പറഞ്ഞു, തോമാശം വിളിച്ച് പറഞ്ഞത് ആരോടും പറയരുതെന്ന് പറഞ്ഞതാണ്, അതുകൊണ്ട് ശോശക്കുട്ടി നീ അത് സൂക്ഷിച്ച് വെച്ചോണെന്ന്. ശോശക്കുട്ടി വിളിച്ച അടുത്ത എലിയാമ്മയോട്, എലിയാമ്മ അച്ചാനി ഇങ്ങനെ പറഞ്ഞതാണ്, ആരോടും പറയരുത്. ഇറ്റ് ഈസ് എ പബ്ലിക് സീക്രട്ട്. Nobody is going to say anything. ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. സ്റ്റെപ്പ് നമ്പർ 1, ലെറ്റ് ഗോഡ് സീ ഇറ്റ്. ഒരു പക്ഷേ ഇന്ന് രാത്രി ദൈവം എന്റെ മനസ്സിൽ നിന്നിട്ട് നിങ്ങൾ ആരിലും ഒരാൾക്ക് വേണ്ടിയായിരിക്കും. പ്രൈസ് ഗോഡ്. അതേ ഒരു പഴയ പ്രസംഗം ചവച്ചരച്ച് ഇതിനെ തരുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. But God can speak to his people. എനിക്ക് പഴയതായിട്ട് തോന്നിയാലും ദൈവത്തിന് പഴയതല്ലത്. Praise the Lord. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവത്തിന് സംസാരം, നിന്റെ അകത്ത് കിടക്കുന്ന ആ വേദന കണ്ടുകൊണ്ട് ദൈവം ഇന്ന് രാത്രി പറയാ, let God see. ദൈവം ഒന്ന് കാണട്ടെ കുഞ്ഞെ, നീ ഒന്ന് തുറന്നു വെച്ചേ. God, here I am, here is my pain. എല്ലാരും കാണിക്കണമെന്ന് ഞാൻ പറയത്തില്ല. നിന്നെ കാണുന്ന ഒരു ദൈവത്തിന്റെ മുൻപിൽ ഒന്ന് തുറന്നു വെച്ചു പറഞ്ഞേ, കർത്താവേ. Step 1, look at the next verse. Verse 32. Yeah. Okay, then she conceived again, she bore a son, said, because the Lord has heard that I am unloved, he has therefore given me this son also. So she named him Simeon. Simeon എന്ന പേരിന്റെ അർത്ഥം യഹോവ കേൾക്കുന്നു. Let's make a step from that. Let God hear it. ദൈവം നിന്റെ സങ്കടങ്ങൾ ഒന്ന് കേൾക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ സങ്കടം ദൈവം ഒന്ന് കേൾക്കട്ടെ. അതിന്റെ അർത്ഥം എന്തുവാ? Speak to God. Speak to God. Hallelujah. നമ്മൾ എല്ലാവരോടും പറയും, പക്ഷെ ആരോടും പറയത്തില്ല. Praise God. നിങ്ങളുടെ വലിയൊരു പ്രശ്നം നിങ്ങളുടെ കൂട്ടുകാരത്തോട് ഒന്ന് പറയാം, I'm going through such a thing. നല്ല കാര്യം പറയുന്നത്, ചെറിയ വാല്യൊക്കെ ഉണ്ട്. അത് കേട്ടേച്ച് പറയും, I'm very sorry, I wish I could do something, I cannot do anything. സ്വർഗത്തിലെ ദൈവം ഒരിക്കലും നിന്നോട് ആ പറഞ്ഞോട് പറയത്തില്ല. അവൻ കേട്ടാൽ അവൻ ചെയ്യും. Praise the Lord. Call unto me, I will answer. I like that. ദൈവം പറയാൻ നമ്മളോട് ഉത്സാഹിപ്പിച്ചു പറയും, എന്നോടൊന്ന് ചോദിക്കാൻ ഞാൻ ഉത്തരം വരണം. പക്ഷെ നീ ചോദിക്കാതെ എനിക്ക് ചെയ്യാനൊക്കത്തില്ല. Hallelujah. You just ask for it, I will do it. എന്ത് തന്നെ ആയിക്കോട്ടെ. 2 സങ്കീർത്തനം, ask for me, I'll give you nations as your inheritance. അല്ലയോ, നീ എന്നോട് ചോദിച്ചു, ഞാൻ ജാതികളെ നിനക്ക് അവകാശമായി ഭൂമിയിലെ അറ്റത് കൈവശമായി തരാൻ പോയ എന്ന് നീ ഒന്ന് ചോദിക്കണം. ദൈവസഭ ചോദിക്കട്ടെ, ദൈവത്തോട് ചോദിക്കട്ടെ, and I will give it to you. പറയുന്ന കാര്യം എന്ന് ചോദിച്ചാൽ, God has, ഭൂമിയോ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഭൂമിയോ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. God has given the earth to man. മനുഷ്യന് കൊടുത്തിരിക്കുന്നു. See, God is a gentleman. മനുഷ്യന് കൊടുത്തേച്ച് നാളെ വന്ന് പിടിച്ചോണ്ട് പോകല്ല. God has set a time. He is a gentleman. ഇനി ഇവിടെ എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ ചോദിക്കണം. പക്ഷെ നമ്മുടെ വലിയ പൂപ്പൻ ആദം ആ ട്രേഡ് ഓഫിൽ എന്ത് ചെയ്തു? പിശാചിന് ഇത് കൈമാറി. ഇപ്പം തൽക്കാലത്തേക്ക് ആര് പിടിച്ചു വെച്ചിരിക്കുക? തൽക്കാലത്തേക്ക് പിശാചിന്റെ കയ്യിലാണ് ഈ സിസ്റ്റം ഇരിക്കുക. എങ്കിലും ദൈവം ബ്രേക്ക് ഡൗൺ ചെയ്തെടുക്കുന്നില്ല. അവന് വെച്ചിരിക്കുന്ന സമയത്ത് അവനെ നീക്കി തമ്പുരാൻ മാറ്റും. അതുവരെ ഇന്ന് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ വൈതലിന് നീ അവന്റെ സിസ്റ്റത്തിൽ നിന്ന് മാറിയവനായതുകൊണ്ട് നീ ചോദിച്ചാൽ ദൈവം നിനക്ക് തരും. നിങ്ങൾ ഈ സഭയിലൂടെ കൂടുതൽ കൊച്ചാള് ഈ ദിവസങ്ങളിൽ ചോദിക്കാൻ തുടങ്ങും, ദൈവമേ ഇവിടെ നാളുകളെ ഞങ്ങൾക്ക് നൽകുമാറാകണമേ, ഇന്ത്യക്കാരെ ഞങ്ങൾക്ക് നൽകുമാറാകണമേ, മറ്റു ഭാഷ സംസാരിക്കുന്നത് നൽകുമാറാകണമേ. Give us nations as your inheritance. Church, you ask
God will give it to you. Talk to him. ദൈവത്തോട് സംസാരിച്ചേ. So you don't need flowery language to speak to God. അല്ലയോ? ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ ഭയങ്കര ഭാഷയൊന്നും വേണ്ട. ഏത് ഭാഷയിലും സംസാരിച്ച ദൈവത്തിന് കേൾക്കാൻ. കർത്താവിന് ഏറ്റവും നല്ല ഭാഷ എന്ന് പറയുന്നത് തകർന്ന ഹൃദയത്തോടെ ദൈവസന്നിധി കണ്ണീരോട് പ്രാർത്ഥിക്കുന്നത്. As long as that is coming from the heart, not from the throat. തൊണ്ടയെന്ന് വരുന്നതല്ല, നിന്റെ അന്തരംഗത്തിന്റെ അടിയിൽ നിന്ന് വരുന്ന ആ പ്രാർത്ഥന. ചില സമയത്ത് ശ്രദ്ധിച്ചോണേ, നമ്മുടെ പ്രാർത്ഥന വാക്കുകളായി പോലും വരത്തില്ലല്ലോ. We call it ദീർഘശ്വാസം, deep sigh. Prayer only will come. ദീർഘശ്വാസമായിരിക്കും. ഒരു കാര്യം ഓർത്തോണേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് വാചകം പോലും കൊടുക്കുവാൻ നിനക്ക് കഴിയത്തില്ലെങ്കിൽ, ദൈവസന്നിധിയിൽ എടുക്കുന്ന ഒരു ദീർഘശ്വാസമാണെങ്കിൽ, ആ ദീർഘശ്വാസത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന നൊമ്പരം അറിയുന്ന ഒരു ദൈവത്തെ നീ സേവിക്കുന്നത്. അതിനകത്തുനിന്ന് അവൻ വിവേചിച്ചെടുത്തോളും നിന്റെ വേദന, നിന്റെ കണ്ണുനീരിന്റെ ഓരോ തുള്ളിക്കകത്ത്, അതിനകത്ത് കിടക്കുന്ന ഓരോ പാർട്ടിക്കിളിനകത്തും നിന്റെ ഹൃദയത്തിന്റെ തകർച്ചയും വേദനയും അറിയുന്ന ഒരു ദൈവത്തെ നീ സേവിക്കുന്നത്. ആ ദൈവം ഒന്ന് കേൾക്കട്ടെ സഹോദര, ദൈവം ഒന്ന് സംസാരിക്കട്ടെ. Let God hear it. Hallelujah. നാളുകളായി നീ പ്രാർത്ഥിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വിഷയമാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയാം, സ്റ്റാർട്ട് പ്രേയിങ്. സ്റ്റാർട്ട് പ്രേയിങ്. നിന്നോട് ദൈവം വാഗ്ദത്തം ചെയ്തതാ നിനക്ക് തരാമെന്ന്. പക്ഷേ എന്ത് ചെയ്യിച്ച വാഗ്ദത്തം താമസിച്ചു. ദൈവം അബ്രഹാമിനോടും സാറായോടും പറഞ്ഞു, നിനക്ക് കൊച്ചുണ്ടാകാൻ പോവാന്ന് പറഞ്ഞപ്പോൾ സാറ എന്തെല്ലാം ചെയ്തു കാണും. വാൾപേപ്പറൊക്കെ, മിക്കി മൗസിന്റെ വാൾപേപ്പർ വെച്ച് ബലൂണൊക്കെ തൂക്കി ക്രിബ് വെച്ചു. വർഷം കഴിഞ്ഞ് ബലൂണിന്റെ കാറ്റ് പോയി, വാൾപേപ്പർ പീൽ ചെയ്തു, ഇവിടുന്ന് ക്രിബ് ചേതന പിടിച്ചു, ഒന്നും വരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് സാറായിക്ക് ഒരു ചെറിയ ചിന്ത, ദൈവത്തിന് പറ്റിയല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ ദൈവത്തെ ഒന്ന് സഹായിക്കാവുന്നു. Perhaps I can build a family. സാറ ഉപയോഗിക്കുന്ന പദം perhaps I can build a, ഒരു പക്ഷെങ്കിൽ എനിക്കൊരു കുടുംബത്തെ ഉണ്ടാക്കാൻ കഴിയും. ദൈവം പറഞ്ഞ അബ്രഹാമിന്റെ കടിപ്രദേശത്ത് മാം വരുമെന്ന് പറഞ്ഞുള്ളൂ, എനിക്കൂടെ വരണം നിർബന്ധമൊന്നുമില്ല. സോ ആരെ കൊടുത്തു? ദാസിയെ കൊടുത്തു. സംഭവിച്ചെന്തോ, ഒരു കാട്ടുകഴുതയെ കിട്ടി, വൈൽഡ് ഡോങ്കി. ഇതുവരെ ആയിട്ടും ആ വൈൽഡ് ഡോങ്കിയുടെ പ്രശ്നം തീർന്നിട്ടില്ല. ഇന്നും years, thousands of years have gone. Middle East is still burning because of the one decision. നീ ദൈവത്തെ കൂടാതെ എടുക്കുന്ന ഒരു ഡിസിഷൻ തലമുറകൾ നീണ്ടു ഓർത്തണം. പക്ഷെ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. See, ചെറുപ്പത്തിലെ I grew up in a small village. We didn't have electricity in our house. വളരെ കൊച്ചിലെ നല്ല ഇതുണ്ടായിരുന്നു, ഈ വഴികളൊക്കെ ഉണ്ടായിരുന്നു. ചില പാതം കെട്ടും. അപ്പൊ ഞങ്ങൾ ചെയ്തത് അവിടെ പോയി ഇതല്ലെങ്കിൽ കുലുക്കും, പോള് ഷെയ്ക്ക് ദ പോൾ. ചിലപ്പോൾ ഈ ഫിലമെന്റ് ഒരു സൈഡ് പിന്നെ വിട്ട് കിടക്കുകയാണെങ്കിൽ അനുകൂലം ഇതൊന്ന് കൂട്ടിമുട്ടി കോണ്ടാക്ട് ഉണ്ടായിട്ട് കത്തും. സത്യം പറഞ്ഞാൽ സാറാ ചിന്തിച്ച ഇത്രയേ ഉള്ളൂ. എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയ ഏതാണ്ട് തകരാറുള്ളൂ. സത്യം പറഞ്ഞാൽ ആ കാത്തിരുന്ന പീരീഡിൽ ഇസഹാക്ക് ജനിച്ചിരുന്നെങ്കിൽ ദൈവത്തിന് ഒരു മഹത്വം ഉണ്ടാകുന്ന അത്ഭുതം എന്ന് വിളിക്കത്തില്ല സാറ. So God waited until Sarah's ability is totally dead. അവളുടെ ശരീരം നിർജീവമായി. She gave up. She said enough, it's over. പക്ഷെ my God is a God of surprises. നീ കൈകഴിച്ച് സറണ്ടർ ചെയ്യുമ്പോഴാണ് എന്റെ ദൈവം വന്നിച്ചു പറഞ്ഞത്, പേരിടാൻ തയ്യാറായിക്കോ, സോഷ്യൽ സെക്യൂരിറ്റി ചെക്ക് കൊണ്ട് പാല് മേടിക്കാൻ തയ്യാറായിക്കോ, I am going to do something for you. Hallelujah. Hallelujah. നിന്റെ സ്വപ്നങ്ങൾ തീർന്നു എന്ന് നീ വിചാരിക്കുമ്പോഴായിരിക്കും നിന്റെ ദൈവം എഴുന്നേക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി ദൈവത്തിനോട് പറയുവാനുള്ള സഹോദരി, never give up. Never give up. Your God wants to do something in your life. നിന്റെ ജീവിതത്തിൽ ചിലതിനെ ചെയ്യുവാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉള്ളത് ആത്മാവിന്റെ രാത്രി സംസാരിക്കുക. Hallelujah.
ശരീരമല്ല ചീഞ്ഞു നാറ്റുവെച്ച ലാസറിനെ എഴുന്നേൽപ്പിക്കും. Let God hear it. ദൈവം കേൾക്കട്ടെ. Are you concerned about something in your job place? And the boss is your boss giving you a hard time? Let God hear it. ദൈവം കേൾക്കട്ടെ. Amen. Praise the Lord. ആരും അറിയാതെ അവനെ അവിടെ നിന്ന് മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഒന്നുകിൽ അവൻ മാനസാന്തരപ്പെടും, ഇല്ലേ അവൻ അവിടെ പോകും. Cry of a child of God will bring results. ദൈവത്തിന് നിന്റെ കരച്ചിലിന്റെ ശബ്ദം മറുപടിയായിട്ട് മടങ്ങി വരത്തുള്ളൂ. ഹല്ലേലൂയ. നീ സേവിക്കുന്ന ദൈവം ഇന്ന് രാത്രി നിന്റെ വെറുതെ വിളിക്കില്ല. Let God hear your prayers. Let God hear it. ദൈവം ഒന്ന് കേൾക്കട്ടെ. ദൈവം ഒന്ന് കേൾക്കട്ടെ നിന്റെ ശബ്ദം. നിന്റെ വേദന അവനൊന്ന് കേൾക്കട്ടെ. She said that's the second thing you should do. Let's go to the next one. അടുത്ത വാക്യം വായിച്ചു. Yes. പുള്ളി എതിരായിട്ട് സ്നേഹിക്കാനും തുടങ്ങിയില്ല, പറ്റാനും തുടങ്ങിയില്ല. പുള്ളിക്കാരത്തേക്കും പേരിടുക വിശ്വാസം. ഐ ലൈക്ക് ദാറ്റ്. പ്രൈസ് ദി ലോർഡ്. ഈ പുള്ളിക്ക് സ്നേഹവും തുടങ്ങിയില്ല, പറ്റലുമില്ല, ഒന്നുമില്ല. പക്ഷെ വിശ്വാസത്താൽ ആ സ്ത്രീ എന്ത് ചെയ്യാം? പേരിടുക. Step number 3 is Levi. Levi means attached. Let's look at the third step. Let God attach himself to you. ദൈവം നിന്നോട് പറ്റിച്ചേരുവാൻ ഒന്ന് അനുവദിച്ചേ. Leah said, let God see it, let God hear it, let God attach himself to you. ദൈവം നിന്നോട് ഒട്ടിച്ചേരുവാൻ ഒന്ന് നിന്ന് കൊടുത്തേ. How does God attach himself to somebody? It is through the Holy Spirit. തന്റെ പരിശുദ്ധാത്മാവിനാൽ തമ്പുരാൻ തന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക. ഹല്ലേലൂയ. അവൻ നിന്റെ അകത്ത് വരുവാനായിട്ട് ദൈവം പ്ലാൻ ചെയ്യുക. ഹല്ലേലൂയ. God wants to attach himself to you. You know, കഴിഞ്ഞ ദിവസം I came across a verse and I really liked it. Jesus said, he who loves me keeps my commandment. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. And the Father loves him and we will make our home with him. I like that. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. എന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവനെ കണ്ടാൽ എൻ്റെ അപ്പൻ അവനോട് സ്നേഹമായിട്ട് പറയും, എന്നോട് പറയും, son, let's go make our home with him. നമുക്ക് രണ്ടുപേരും കൂടെ പോയി അവന്റെ വീട്ടിലോട്ട് ചെന്ന് നമുക്ക് അവന്റെ വീട് നമ്മുടെ വീടാക്കി അങ്ങോട്ട് മാറ്റാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം എന്നോട് പറയാ, സക്കായിയോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരിക. I'm coming to your home. I'm going to make my home in your home. Hallelujah. I love you so much. ഇന്ന് രാത്രി ദൈവത്തിന് ജനങ്ങളോട് പറയാൻ പോവാ, I'm going to come to your house, brother. I like you so much. I like the way you love God and keep his commandments. അവന്റെ വചനങ്ങളെ പ്രമാണിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. ഞാനും പിതാവും കൂടെ വന്ന് നമ്മൾ ഒരുമിച്ച് നിന്റെ വീട്ടിൽ കൂടാൻ പോവാം. Hallelujah. Praise the Lord. Let God attach himself to you. Praise the Lord. ദൈവം നിന്നോട് നീ പറ്റിച്ചേരട്ടെ. Hallelujah. Praise the Lord. Hallelujah. Amen. The greatest counselor is the Holy Spirit. അവന് കൊടുത്തിരിക്കുന്ന പേര് അത്ഭുത. He is a wonderful counselor. Amen. Hallelujah. നിന്റെ പ്രശ്നത്തിന് ദൈവം നിന്റെ അടുത്തോട്ട് നിന്റെ പ്രാർത്ഥന, നിന്റെ പ്രശ്നം കണ്ടേച്ച്, നിന്റെ വിഷയം കേട്ടേച്ച് തമ്പുരാൻ ഒരു വിളിയെ പറ്റിച്ചേരാൻ ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. അത് ദൈവത്തിന്റെ കൗൺസിലറാ. Praise the Lord. He is a divine counselor who will come and attach himself to you. Amen. ദൈവത്തിന്റെ വഴിയാ. പക്ഷെ നീ ഒന്ന് ഇന്ന് കൊടുത്തേച്ചാൽ മതി. Let God attach. ഫിലിപ്പിയ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, let this mind be in you which was also in Christ Jesus. യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന അതേ ഭാവം നിങ്ങളിലും ഉണ്ടായി. മലയാളത്തിൽ വളരെ ക്ലിയർ, ഇൻട്രസ്റ്റിംഗ്. Let this mind be in you. Brother, will you let this mind be in you? Can the Holy Spirit install this mind of Jesus inside of you? നിന്റെ അകത്ത് ഈ സോഫ്റ്റ്വെയർ, പരിശുദ്ധാത്മാവിന്റെ സോഫ്റ്റ്വെയർ ഒന്ന് ഡൗൺലോഡ് ചെയ്യുവാൻ, അതിന്റെ അകത്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുവാൻ നീ ഒന്ന് അനുവദിക്കുമോ? അങ്ങനെയാണെങ്കിൽ ആ പറ്റിച്ചേരും. ഒന്ന് ഇന്ന് കൊടുത്തേ. Have your way, O God. Here I am. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ്
സോഫയിൽ നാരങ്ങ വെള്ളം കുടിച്ചോണ്ടിരിക്കുക, ചായ കൊടുത്ത് പുള്ളി നമ്മൾ ഒതുക്കുക. എവിടെ? In your house, you have a palatial house with many rooms, and he is sitting simply inside the living room. You give him coffee and tea and cool drinks. He Pepsi കുടിച്ച് പുള്ളി അവിടെ ഇരിക്കുക. He is sitting in the sofa. You have other rooms. You lock a key ആയിട്ട് നടക്കുക. Praise the Lord. Amen. See, resident ആയിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്റെ പ്രസിഡന്റ് ആണ്. Hallelujah. Praise the Lord. The Holy Spirit doesn't want to be just a resident. He wants to be the president of your life. ഇന്ന് രാത്രി മുഴുവൻ തുറന്നു കൊടുക്കണം. മുഴുവൻ തുറന്നു കൊടുക്കാത്തത് പുള്ളി ഒട്ടിച്ചേരുകയില്ല. ഇന്ന് രാത്രി open everything to him. ഇന്ന് രാത്രി give him your password. Praise the Lord. നിന്റെ കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് കർത്താവിന് കൊടുക്കുക. Let him look at it. അവൻ നോക്കട്ടെ, അവൻ കാണട്ടെ. നീ എല്ലാം തുറന്നു കൊടുത്തേ. കർത്താവ് ഒരു സീക്രട്ടും എനിക്കില്ല. Everything is open. To that life he attaches himself. Praise the Lord. ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. It was in 1994. I was driving back from my work. I used to work as a counselor. And people pay, they come, they pay fees to talk to any counselor. You go any service, they have to pay. So this lady comes. It's a Caucasian lady comes. She talks to me I spoke to her for 50 minutes. She paid the money. She had so much to pour. Another person, I guess I just spoke maybe 10 sentences because she had so much to pour out. So I just had to listen. You get paid just for listening to somebody. And this thing gets over. I said, I can let you go now because I have another appointment at 11 o'clock. So I'll see you next week. She was hesitant to leave, മനസ്സിലോടെ പുറത്തു പോയി. ചെന്നൊരു 5 മിനിറ്റ് ഞാൻ മറ്റേ ആളുമായിട്ട് മുന്നിലോട്ട് പോവാം. She calls my phone. I picked up. She said, Mr. Jacob, I need to talk to you. I said, didn't we talk? Now I'll talk to you next week. No, I have more things I need to talk to you. I said, maybe next time. Maybe call me later. That's the best thing. No, I need to talk to you right now. I have so much. I need to speak this right now. I'll pay you more money. I said, I don't need money. I don't have time. We went back and forth and I put the phone down. I never forget that day, that evening as I was driving back home. I was feeling so sad in my heart. There is somebody who wants to open a heart. See, Holy Spirit is not like that. See, as a counselor, I have my office time, 9 to 5. Weekends, I don't work. I don't give my pager. I don't give my house number to anybody, no cell number, none of those things. But listen, when Holy Spirit opens an office, He doesn't open an office in Toronto and ask you to come to Toronto to meet you. Or He doesn't open something in New York and ask you to come to New York. When Holy Spirit opens something, He opens right inside of your heart. Hallelujah. You don't need to travel anywhere. You don't take a flight, car, ഒന്നുമല്ല. നിന്റെ ഹൃദയത്തിനകത്ത് an office തുറന്ന് attach ചെയ്യും. Office hours and our Holy Spirit visiting time 9 a.m. to 5 p.m. No. അവിടെ വേറെ ഓഫീസിനെ എഴുതി വെച്ചിട്ടുണ്ട്. He never slumbers. Neither slumbers nor sleep. Praise the Lord. അവൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. 24/7. നിന്റെ അപ്പനും അമ്മയും രാവിലെ 10 മണി രാത്രി 1 മണിക്ക് when they are snoring away and your husband is snoring away, you're waking up with the ache in your heart. നിന്റെ ഹൃദയത്തിനകത്ത് വേദന കൊണ്ട് ഹൃദയം പൊട്ടിപ്പോകുമ്പോൾ, സംസാരിക്കുവാൻ പാസ്റ്റർ ഉറങ്ങുമ്പോൾ, നിന്റെ കൂട്ടുകാർത്തി ഉറങ്ങുമ്പോൾ, അപ്പനും അമ്മയും ഇന്ത്യയിലായിരിക്കുമ്പോൾ, നിന്റെ തൊട്ടടുത്ത് ശ്വാസത്തെക്കാൾ അടുത്തിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് നിന്നോട് സംസാരിക്കുക. That is the ministry of the Holy Spirit. Let God attach Himself to you. ആ ദൈവം നിന്നോട് ഒട്ടിച്ചേരട്ടെ. Amen. Hallelujah. My time is really up. I need to give you the last verse and I close here. Let's read the last verse of scripture. അവൾ പിന്നെ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് അവൾ പറഞ്ഞു.
അതുകൊണ്ട് അവനോട് യഹൂദ എന്ന് പേരിട്ടു. And she conceived again, she bore a son and said, this time I will praise the Lord. Therefore she named him Judah. Judah means praise the Lord. ദൈവം കാണാൻ അനുവദിക്കുക. Let God see it, let God hear it, let God attach himself to you. And the fourth thing is, if you have done these three things, fourth thing is just simply praise him. നീ വെറുതെ ഒരു സ്തോത്രം ചെയ്ത്, സ്തോത്രത്തിന് വലിയ ശക്തി കൊണ്ട് വേണം. ആരെന്നാ പറഞ്ഞാലും you don't have to just believe what the doctor says. നിനക്കില്ലാത്തതിനെ ഉണ്ടാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. Praise God. നിനക്ക് ഗർഭം ധരിക്കുവാൻ നിന്റെ ആ യൂട്രസിന് ശക്തിയില്ലെങ്കിൽ, നിന്റെ ഹോർമോൺ കണ്ടീഷൻസിനെ സൂട്ടബിൾ ആക്കിയിട്ട് നിന്റെ അകത്ത് ഗർഭത്തിനുണ്ടാകും എന്റെ ദൈവത്തിന് കഴിയും. My God can give you a seed deep in your heart. Just trust God. Your body says no, it cannot. God says it can. Hallelujah. There's nothing impossible with my God. Praise എന്ന് പറഞ്ഞാൽ നിന്റെ മിറക്കിളിന് വേണ്ടിയുള്ള അഡ്വാൻസ്. Hallelujah. Praising God is giving God the earnest money for the blessing that has been just ordered. നിനക്ക് വേണ്ടി ഓർഡർ ചെയ്തിരിക്കുന്ന ആ വലിയ അത്ഭുതം യാത്രയായിട്ടുണ്ട്. വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. My miracle is on the way. Hallelujah. My miracle is on the way. എന്റെ അത്ഭുതത്തിന് ഓർഡർ കൊടുത്തിരിക്കുക. Because I let God see me, I let God hear me, I let God attach himself to me. Now my job is simply praise him. The power of praise. Hallelujah. നിന്റെ സ്തോത്രത്തിന്റെ സ്തുതിയുടെ ശക്തി. Hallelujah. Hallelujah. Glory to God. I need to cut short my story here. Amen. Praise the Lord. In the 35th chapter of the book of Genesis, Rachel's story come to a sudden halt with the delivery of Benjamin. ബെന്യാമിനെ ഗർഭം ധരിച്ച് പ്രസവിച്ച ഉടനെ അവൾ എന്ത് ചെയ്തു? She dies. എഫ്രാത്തിന് പോകുന്ന വഴിയിൽ ഹൈവേയുടെ സൈഡിൽ ആ ജീവിതം അവസാനിപ്പിക്കുക. Yes, it comes to a sudden halt. പ്രിമച്ചുറായിട്ട് അവൾ മരിക്കുക. യാക്കോബ് അവിടെ ഒരു കുഴി കുത്തി അവളെ അടക്കം ചെയ്ത് ഒരു കല്ല് വെച്ചു. That's called Rachel's tomb. 14 വർഷം കാത്തിരുന്ന സ്നേഹിച്ച ഭാര്യയുടെ ജീവിതം വഴിയരികിൽ അവസാനിക്കുക. The question that we need to be asking, did God rewrite the history of Leah? Yes. Praise the Lord. You don't have to go too far. റൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. Ruth chapter 4 verse 11. Beautiful story of Ruth and Boaz getting married at the city gate. പട്ടണവാതിക്കൽ കല്യാണം കൊണ്ട് നടക്കുക. Praise the Lord. Hallelujah. അതിന് പട്ടണവാതിക്കൽ നിന്ന് സകലജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ. Okay, just one day they just got married and they are pronouncing blessing. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ സ്ത്രീയെ, this woman who has come to your home, all right, which is Ruth, യഹോവ ആരെപ്പോലെയാ? റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. They both together built the house of Israel. Hallelujah. നിനക്കിനി ഒരിക്കലും ഒരു ബസ്തിക്കത്തിന്റെ പുറകിൽ അവളുടെ കണ്ണ് ശോഭ കുറഞ്ഞത് എന്ന് പറഞ്ഞ് അറിയാൻ കഴിയത്തില്ല. അവളെ ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് മാറ്റിയത് എന്റെ ദൈവം. My God still rewrite history. Hallelujah. She is known as the co-architect who built the house of Israel. You cannot bypass Leah and read the Jewish history. യഹൂദ ചരിത്രം നിനക്ക് ലേയെ മാറ്റി വെച്ചു വായിക്കാൻ ഒക്കില്ല. Because she is a co-architect who built the house of Israel. You should read the 49th chapter of the book of Genesis. Jacob is about to die. This is the 49th chapter, reading from verse 29 onwards. 29ാമത്തെ വാക്യം മുതൽ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ മക്കളെ എല്ലാം കൂടി വിളിച്ചു. He called all his children. അവരെ വിളിച്ചു പറഞ്ഞു, he said to them, I'm about to be gathered to my people. ഞാൻ എന്റെ ജനത്തോട് ചേരുവാൻ സമയമായിരിക്കും. It's time for my departure. മരിക്കാൻ പോവുക. I have a last wish. I have a last wish. A dying man has a last wish. ഒരാഗ്രഹം. ഞാൻ മരിക്കുമ്പോൾ, when I die,
നിങ്ങൾ ഹിത്യനായ എഫ്രോന്റെ നിലത്തിലെ ഗുഹയിൽ എന്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അടക്കം ചെയ്തു. There is a family cemetery. That's where you should bury me. Bury me in the field of Ephron the Hittite. എന്നിട്ട് പറയാം, now that physical address is given. കനാൻ ദേശത്ത് മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ നിലത്തിലെ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ തന്നെ, don't be mistaken and take my body to some other cave. Take me to Makpela, which is family cemetery. My grandfather bought it as a burial ground. Then he tells history lies there. അവിടെ ചരിത്രം അന്തിയുറങ്ങുന്ന ഒരു ഖബറാണ്. എന്റെ വലിയപ്പനായ അബ്രഹാമിന്റെ ശവകുടീരം അവിടെയുണ്ട്. എന്റെ വലിയമ്മയായ സാറായുടെ ശവകുടീരം അവിടെയുണ്ട്. എന്റെ അപ്പനായ ഇസഹാക്കിന്റെ ശവകുടീരം അവിടെയുണ്ട്. റിബേക്കയുടെ ശവകുടീരം അവിടെ ഞാൻ ലേയെ അടക്കം ചെയ്തിട്ടുണ്ട്. അവരുടെ തൊട്ടടുത്ത് ഒരു വേക്കന്റ് സ്പോട്ട് ഉണ്ട്. എന്നെ അടക്കുമ്പോൾ അവിടെ അടക്കണം. Don't take me back to Ephrath. ആരും ചിന്തിക്കരുത് അവന് ഭാര്യയോട് വലിയ ഇഷ്ടമായിരുന്നത് കൊണ്ട് മക്കളെ ചിലപ്പോൾ പ്രശ്നം ചിന്തിച്ചു, oh, let's take his body and bury it next to Rachel's tomb. No, I want to be buried next to Leah. ലേയുടെ അടുത്ത് എന്നെ നിങ്ങൾ അടക്കണം. God rewrites history. A story goes on to say her fourth son Judah becomes the most powerful tribe in Israel. ഇസ്രായേലിലെ ഏറ്റവും വലിയ ശക്തിയേറിയ ഒരു ഗോത്രമായ യഹൂദ ഗോത്രം മാറി. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ രാജാവ്, the greatest king Israel has ever seen, and one day it will be known as the kingdom of David and the throne of David. ഇല്ലയോ, ദാവീദിന്റെ സിംഹാസനം എന്ന് പറയുന്ന ആ വലിയ കൊച്ചുമകനായിരുന്നു. And the wisest of the wise, King Solomon, was Leah's grandchild. And in that same tribe, ആ ഗോത്രത്തിൽ ഒരു സിംഹമുണ്ടായി. യഹൂദ ഗോത്രത്തിലെ സിംഹമായി മനുഷ്യവർഗത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിച്ച യേശുവിന്റെ വലിയമ്മയായി തീരുവാൻ ലൗകികമായ രീതിയിൽ ഒരു കണക്ഷൻ അവനോടുള്ളത് ലേക്കായിരുന്നു, റാഹേലിന്റെ. God still rewrite history. രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്, whatever is your problem tonight, ഇന്ന് രാത്രി നിങ്ങളുടെ വിഷയം തന്നെയാണ്. You don't have a problem like Leah's problem. That may not be your issue. Your issue could be finance. Your issue could be restlessness in the house. Your issue could be sense of rejection, hopelessness. നിങ്ങളുടെ അകത്തെ പ്രശ്നങ്ങൾ വേറെയായിരിക്കും. പക്ഷേ ഇന്ന് രാത്രി വഴിയുണ്ട്. Number one, let God see. ദൈവം ഒന്ന് കാണട്ടെ. Let God hear it. ദൈവം കേൾക്കട്ടെ. Let God attach himself to you. ദൈവം നിന്നോട് ഒട്ടിച്ചേരട്ടെ. Just simply praise him. അതിന്റെ എല്ലാം മുൻപൊരു കാര്യം, let Jesus Christ be the Lord of your life. നിന്റെ ജീവിതത്തിന്റെ നായകനായി യേശുവായി തീരട്ടെ. രാത്രി യേശുവിന് ജീവിതം കൊടുത്തിട്ടില്ലെങ്കിൽ, you have never invited Jesus into your heart, I pray that tonight, I believe maybe all of you are saved, but it's possible that maybe some of you, maybe you're not sure. Don't walk away from this place not sure about it. രാത്രി അറിവോടെ പുരടിയായിട്ട് യേശു നിങ്ങളുടെ രാജാവാണോ, നിങ്ങളുടെ നാഥനാണ്, കർത്താവാണ്. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി യേശുവോട്, യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് നമുക്ക് വരണം. I'm going to pray for you today. I want all of you to please stand. ഒരു നിമിഷം എഴുന്നേൽക്കേ. I know brothers will sing in songs, but I'm going to do something right now. Something that I've seen in Malayali culture. നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നാണമുള്ള ആളുകളാണ്. നമ്മളെ ഒന്ന് മുമ്പോട്ട് വിളിച്ചാലോ കൈവക്കാൻ പറഞ്ഞാലോ ഒക്കെ വലിയ നാണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയത്. See, your deliverance will not come like that. യേശുവിനെ കുറിച്ച് ഒരു നാളോ നിനക്കുണ്ടാകും. Are you in need of a touch from God? Praise the Lord. ഇന്ന് രാത്രി യേശുവിൽ നിനക്കൊരു സ്പർശനം ആവശ്യമുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കാൻ പോയി ഇന്ന് രാത്രി. അവർ പാട്ട് പാടുമ്പോഴത്തേനുണ്ടല്ലോ, ഇന്ന് രാത്രി ദൈവദാസ എനിക്ക് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കും.
അങ്ങനെ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ മുമ്പോട്ട് വന്ന് ഇവിടെ ലൈനാണ് സഹോദരന്മാർ ഈ സൈഡിലും സഹോദരന്മാർ ഈ സൈഡിലും നിൽക്കണം. ഞാൻ നിങ്ങളുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നു. Whatever be the need tonight. ഇതിനകത്ത് ആരും ഞാൻ പറയാൻ നോക്കിക്കൊന്നുണ്ട്. You can start coming right now. Hallelujah. പാട്ട് തുടങ്ങാനൊന്നും നോക്കണ്ട. ഇതിനകത്ത് ആവശ്യത്തിൽ ഇരിക്കുന്നവരെ നേരെ എഴുന്നേൽപ്പുണ്ട് നിന്നു. Just come and stand. Hallelujah. ഇതിനകത്ത് God is in this place. ദൈവ ഈ സ്ഥലത്തുണ്ട്. നിന്റെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ. Whatever be the need. ഇതിനകത്ത് വിശ്വാസത്തോടെ കുടുംബങ്ങളാണെങ്കിൽ കുടുംബമായി മുമ്പോട്ട് പോലെ ഇതിനകത്ത് ദൈവങ്ങൾ ചെയ്യാൻ പോവുക. Hallelujah. ദൈവത്തിന്റെ കരയിൽ നിരാശി വിളിക്കുന്ന ആളുകളെ തൊടുവാൻ പോവുക. വന്ന് കൈയാടുന്നു. Hallelujah. So I can walk in the middle. സഹോദരന്മാരിങ്ങനെ നയിക്കുന്നു. Hallelujah. വരാൻ ആഗ്രഹിക്കുന്ന ഒരു വേഗത്തിൽ വരണം. പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന വരരുത്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ Hallelujah. As they lead us into a song, I'm going to pray from that end. ആഗ്രഹിക്കുന്നവരെ മുമ്പോട്ട് നിന്നു. നമുക്ക് വാക്യങ്ങൾ പ്രാർത്ഥനയിലേക്ക് സന്നിധായിരുന്നു. Hallelujah. How great
Hallelujah.